വിശ്വാസി സമൂഹത്തെ സാക്ഷിയാക്കി കേരളത്തിലെ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക മദർ ഏലീശ്വയെ അല്പസമയത്തിനകം വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. ചടങ്ങുകൾ പുരോഗമിക്കുന്ന കൊച്ചി വല്ലാർപാടം ബസിലിക്കയിൽ നിന്ന് ലെബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെബി സജീന്ദ്രൻ, ഗുഡ് ഈവനിംഗ്. കേരളത്തിലെ ആദ്യ സന്യാസിനി ആ വിശുദ്ധ പ്രഖ്യാപനം കേൾക്കുന്നതിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. പ്രഖ്യാപനത്തിലേക്ക് എത്താറായോ ചടങ്ങുകൾ? സുജയ, ഇപ്പോൾ വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് കടത്തിപ്പറമ്പിൽ ഏവരെയും ഈ തിരുക്കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നൊരു ചടങ്ങാണ് നടക്കുന്നത്. അതിനുശേഷം വാഴ്ത്തപ്പെട്ടവളായി മദർ ഏലീശ്വയെ പ്രഖ്യാപിക്കുന്നതിനുള്ള അഭ്യർത്ഥന നടത്തും. ഏതായാലും കേരളത്തിലെ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക മദർ ഏലീശ്വയുടെ നാമം കത്തോലിക്ക സഭ ഏറ്റവും ആദരവോടെയാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. ഈ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിലാണ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങ് കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ലത്തീൻ സഭയെ സംബന്ധിച്ചും ഏറ്റവും പ്രാർത്ഥന നിർഭരമായ നിമിഷം തന്നെയാണ്. സുജയ, വല്ലാർപാടം ബസിലിക്കയിൽ നടക്കുന്ന ദിവ്യബലിയുടെ ചടങ്ങുകളാണ് ആരംഭിക്കുന്നത്. ഈ ദിവ്യബലി മധ്യേ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള മലേഷ്യയിലെ പെനാങ് രൂപത കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. വത്തിക്കാൻ്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജില്ലറി അതിനുശേഷം സന്ദേശം നൽകും. കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശ്വയുടെ തിരുസ്വരൂപം ഇവിടെ അനാവരണം ചെയ്യും. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ തന്നെയാണ് ഈ തിരുക്കർമ്മത്തിനിടെ നടക്കുന്നത്. തുടർന്ന് മദറിൻ്റെ തിരുശേഷിപ്പ് ആൾത്താരയിൽ പ്രതിഷ്ഠിക്കും. അതും വളരെ വിശേഷപ്പെട്ട വളരെ പ്രാർത്ഥന നിർഭരമായ നിമിഷത്തിൽ നടക്കുന്ന ചടങ്ങാണ്. ദിവ്യബലിക്ക് ശേഷം മദർ ഏലീശ്വയുടെ നൊവേന CBC അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, അതുപോലെ തന്നെ അതിനുശേഷം സുവനീർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലും കോഫി ടേബിൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അത് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലും പ്രകാശനം ചെയ്യും. ഏതായാലും ഇവിടുത്തെ ഏറ്റവും പ്രാർത്ഥന നിർഭരമായി ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിശ്വാസ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ലത്തീൻ കത്തോലിക്ക വിശ്വാസികൾ എത്തിയിട്ടുണ്ട്. പൊതുവെ കത്തോലിക്ക വിശ്വാസികളുമുണ്ട്. ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായ എല്ലാവരും ഈ ചടങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക ലെബി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂനമാവ് ഏലീശ്വ മ്യൂസിയം, നമുക്കറിയാം കൂനമാവ് ഏലീശ്വ മ്യൂസിയത്തിനടുത്തുള്ള ഏലീശ്വ ഭവൻ മഠം, അവിടുത്തെ കന്യാസ്ത്രീ അമ്മമാരൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ? ദിവസേന വിശ്വാസികൾ അവിടെ ധന്യയായി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ അവിടേക്ക് എത്തുകയായിരുന്നു. ഏലീശ്വ മഠത്തിലെ കന്യാസ്ത്രീകൾക്കാണ് മ്യൂസിയത്തിന്റെ മേൽനോട്ട ചുമതല. സിസ്റ്റർ വിയോളെ അടക്കമുള്ളവർ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും സുജയ, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണല്ലോ ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ പ്രഥമ സന്യാസിനി സഭയുടെ സ്ഥാപക എന്നത് തന്നെയാണല്ലോ മദർ ഏലീശ്വ ഏറ്റവും പ്രസിദ്ധയാക്കുന്നതും ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം ഒരു ചടങ്ങിലേക്ക് വഴിവെച്ചതും. കേരളത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുന്ന ഒന്നാണ്. സാമൂഹിക സാംസ്കാരിക ചരിത്രത്തിലും വലിയ പ്രകാശം ചൊരിഞ്ഞ ഒരു വഴിവിളക്ക് തന്നെയായിരുന്നു കത്തോലിക്ക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മദർ ഏലീശ്വ. കേരളക്കരയിലെ ആദ്യത്തെ കന്യാസ്ത്രീ ആയ മദർ ഏലീശ്വ തുറന്ന ഒരു വഴിയിലൂടെയാണ് അനേകായിരം വനിതകൾ ഈ സന്യാസം സ്വീകരിച്ചുകൊണ്ട് ഈ വഴിയിലേക്ക് എത്തിയത്. കേരളത്തിൽ ആരംഭിച്ച ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച സന്യാസിനി സമൂഹങ്ങളുടെ സേവനങ്ങൾക്കെല്ലാം ഒരു പതാകവാഹകയായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു വഴിവിളക്കായിരുന്നു ഈ ഓച്ചന്തിരത്തിൽ ജനിച്ച കൂനമാവിലും പിന്നീട് വരാപ്പുഴയിലും തൻ്റെ ആത്മീയ വിശുദ്ധി കൊണ്ട് പ്രകാശം പരത്തിയ മദർ ഏലീശ്വ. അതൊക്കെ തന്നെയാണ് ഇങ്ങോട്ട് ഇത്രത്തോളം വിശ്വാസ സമൂഹം ഇവിടെ എത്തി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്കായി ഒരു കോൺവെൻറ്റ് സ്കൂൾ സ്ഥാപിച്ചത് മദർ ഏലീശ്വയാണ് സുജയ. അത് മറ്റൊരു ചരിത്രമാണ് ഇതിൻ്റെ. 1868 കൂനമാവ് TUCD മഠത്തിലെ ഒരു മുറിയിൽ ആരംഭിച്ചൊരു സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ കോൺവെൻറ്റ് സ്കൂളുകൾ എന്ന് പറയാം, കോൺവെൻറ്റ് സ്കൂൾ എന്ന് പറയാൻ സാധിക്കും. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു സ്ത്രീ വിദ്യാഭ്യാസ ഒരുപാട് പ്രത്യേകതകളുള്ള ആളാണ് മദർ ഏലീശ്വ. ഇപ്പോൾ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് അമ്മയെ ഉയർത്തുമ്പോൾ ആദ്യത്തെ സന്യാസിനി സഭ സ്ഥാപക എന്ന് പറയുമ്പോൾ കോൺഗ്രേഷൻ ഓഫ് തെരേസ്യൻ കാർമലൈറ്റ് CTCയുടെ സ്ഥാപകയാണ്. അതുപോലെ തന്നെ തദ്ദേശീയമായ ഒരു സന്യാസിനി സഭ അത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വേണമെന്ന് തീരുമാനിച്ചതിന് തുടക്കം കുറിച്ചു. ആദ്യത്തിൽ രാജ്യത്ത് തന്നെ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനി സഭ സ്ഥാപിച്ചത് മദർ ഏലീശ്വയാണ്. അതുപോലെ നേരത്തെ ലേബി സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂളും ബോർഡിങ്ങും ഓർഫനേജും ഒക്കെ സ്ഥാപിച്ചു. മകളോടൊപ്പം സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ച ആദ്യത്തെ അമ്മയാണ്, ആദ്യത്തെ വിധവയാണ് മദർ ഏലീശ്വ. അതുപോലെ അനുജത്തിയോടൊപ്പമാണ് ഈ സന്യാസ സഭ തുടങ്ങിയത്. അങ്ങനെ ഈ ഒരു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് ജീവിച്ച്
പ്രവൃത്തിയിലൂടെ മാതൃക സൃഷ്ടിച്ച ഒരാളെയാണ് ഇന്ന് വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തുന്നത് ലേബി. തീർച്ചയായും സുജയ പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ വിധവയായി തീർന്നു. പക്ഷേ അത് ആ വൈധവ്യത്തിൽ തളർന്നു പോകാതെ ദൈവത്തിൻ്റെ ഒരു വഴിയിലേക്ക് നടന്ന, ദൈവത്തിൻ്റെ ഒരു ശബ്ദത്തിന് കാതുകൊടുത്ത് ജീവിതം ക്രിയാത്മകവും വളരെ പ്രകാശപൂരിതവുമാക്കി മാറ്റി പിന്നിൽ വന്ന തലമുറയ്ക്ക് മുഴുവൻ ആ ഒരു പ്രകാശത്തിൻ്റെ വഴിവിളക്ക് കൊളുത്തിക്കൊടുത്തു എന്നതാണ് മദർ എലീശോയെ കേരള ചരിത്രത്തിലും അതുപോലെ തന്നെ സഭാ ചരിത്രത്തിലും ഇത്രയും വേറിട്ട് നിർത്തുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ അഭിമാനമായി മദർ വാഴ്ത്തപ്പെടുമ്പോൾ തീർച്ചയായും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കത്തോലിക്ക വിശ്വാസികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ ചടങ്ങ് തീർച്ചയായും കത്തോലിക്ക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ചടങ്ങ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രധാനപ്പെട്ടവരെല്ലാവരും ഈ ചടങ്ങിനെ പങ്കെടുക്കാൻ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരെല്ലാവരും ഉണ്ട്. അതൊക്കെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം മുൻനിരയിൽ തന്നെയുണ്ട്. ഈ ചടങ്ങിന് പ്രാർത്ഥനാ നിർഭരമായി തന്നെ ഈ ചടങ്ങിന് എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മലാർപ്പാടം ബസലിക്കയിൽ നടക്കുന്ന ഈ ചടങ്ങിന്റെ ദിവ്യബലി മധ്യയാണ്. ധന്യ മദർ എലീശോയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമുക്ക് അതിലേക്ക് തിരികെ എത്താം. ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.